Welcome to a new video, guys. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൗ ടു ഗെറ്റ് ഫണ്ടഡ് ഇൻ ഫോറക്സ്. ഓക്കെ, സോ എങ്ങനെ ഒരു ഫണ്ടിങ് ചലഞ്ച് പാസ്സാവും. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ ഒരു ഫണ്ടിങ് ചലഞ്ച് പാസ്സാവാം എന്ന് നോക്കുന്നതിന് മുന്നേ എന്താണ് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ ഇത് കാണുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ എന്താണ് ഫണ്ടഡ് അക്കൗണ്ട്, എന്താണ് ഫണ്ടിങ് ചാലഞ്ച് എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഫണ്ടഡ് അക്കൗണ്ട്, സോ എങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ചലഞ്ച് പാസ് ആവണത്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മോസ്റ്റ്ലി ഫോറക്സ് ചൂസ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഫോറക്സ് ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു ഫണ്ടിങ് ഫേംസിൻ്റെ അവൈലബിലിറ്റിയാണ്. ഓക്കെ, അതായത് ഒരു 90% ട്രേഡേഴ്സിനും അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിലോട്ട് വരുന്ന ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രേഡ് ചെയ്യാൻ ഇനഫ് ക്യാപിറ്റൽ ഇല്ല. അതായത് നമ്മളൊരു നല്ലൊരു ഇൻകം ഈ ഒരു ട്രേഡിങ്ങിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം, നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിട്ടേൺസ് അല്ലെങ്കിൽ നല്ലൊരു ഇൻകം അതിൻ്റെ അകത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നല്ലൊരു ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഒരു ലോ ക്യാപിറ്റൽ വെച്ചിട്ട് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂവിന് നമ്മൾ ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ, ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഇവിടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഫണ്ടിങ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഫണ്ടിങ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേംസ് എന്ന് പറയും. ഓക്കെ, സോ ഷോർട്ടായിട്ട് നമുക്ക് ഫണ്ടിങ് ഫേംസ് എന്ന് പറയാം. സോ ഒരു ഫണ്ടിങ് ഫേംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ നമ്മുടെ കയ്യിൽ എന്തില്ല, നമ്മുടെ കയ്യിൽ പ്രോപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ ഇല്ല, ഇനഫ് ക്യാപിറ്റൽ നമ്മുടെ ഇല്ല, പക്ഷേ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പ്രോപ്പർ ട്രേഡിംഗ് സ്കിൽസ് ഉണ്ട്. ഓക്കെ, സോ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി ഫണ്ടിങ് ഫേംസിലോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് എന്ത് വേണം അവിടെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്കിൽസ് വേണം. അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം, ഒരു സ്ട്രാറ്റജി വിത്ത് എൻ എഡ്ജ്, ഒരു നല്ലൊരു എഡ്ജുള്ള ഒരു സ്ട്രാറ്റജി വേണം. അതുപോലെ തന്നെ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്, ഒരു റിട്ടേൺ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. അതിൻ്റെ കൂടെ എന്ത് വേണം, ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഡിസിപ്ലിൻ, ആ ഒരു പാട്ടൊക്കെ. സോ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ, ഓക്കെ, നമുക്കൊരു ഒരു ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മന്ത്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 5% അല്ലെങ്കിൽ ഒരു 8% ആ ഒരു രീതിയിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫണ്ടിങ് ഫേംസിലോട്ട് പോകാം. ഓക്കെ, സോ ഫണ്ടിങ് ഫേംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഡയറക്റ്റ്ലി നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫണ്ട് അക്കൗണ്ട് തരത്തില്ല. സോ പകരം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ സ്കിൽ അവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഫണ്ടിങ് ഫേംസിൽ നമ്മുടെ ട്രേഡിംഗ് സ്കിൽസ് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം. ഓക്കെ, സോ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ അതെങ്ങനെയാണ് അവിടെ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു എമൗണ്ട് കൊടുത്തിട്ട്, ഓക്കെ, ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യണം. സോ ചലഞ്ച് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ വേണ്ടത്. ഓക്കെ, സോ നോർമലി ഫണ്ടിങ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $5,000 തൊട്ടിട്ട്, ഓക്കെ, $5,000 അക്കൗണ്ട് തൊട്ട് ഒരു 100K, അതായത് ഒരു 1 lakhൻ്റെ അക്കൗണ്ട് ടു ഒരു $2 lakh അക്കൗണ്ട്, സോ ആ ഒരു റേഞ്ച് വരെ പോകാറുണ്ട്. ഓക്കെ, സോ $5,000 അക്കൗണ്ടാണ് മോസ്റ്റ്ലി എല്ലാ ഫേംസും സ്റ്റാർട്ടിങ്. ഓക്കെ, ഒരുപാട് ഫേംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്കൊരു $5,000 ക്യാപിറ്റലാണ് വേണ്ടതെങ്കിൽ, ഓക്കെ, നമുക്കൊരു 5K, ഒരു $5,000 ക്യാപിറ്റലാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചോ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു $5,000 ചലഞ്ച് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് അതിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പർച്ചേസ് ചലഞ്ച് ചെയ്യണം. ആ ഒരു $5,000 അക്കൗണ്ടിൻ്റെ ഒരു പർച്ചേസ് ചലഞ്ച് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, സോ ചലഞ്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം, അവിടെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. അതായത് ഒരു ടോക്കൺ ഫീസ് നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, ഒരു $5,000 വരുമ്പോൾ മേ ബി ഒരു $49 അല്ലെങ്കിൽ ഒരു $50 അത്രയൊക്കെയാണ് നോർമലി വരുന്നത്. ഓക്കെ, സോ അതിലും ചീപ്പറായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഫണ്ടിങ് വിപ്സ് ഒക്കെ പോവുകയാണെങ്കിൽ $5,000 അക്കൗണ്ട് വരുമ്പോൾ ഒരു $34 $36 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചലഞ്ച് നമ്മൾ പർച്ചേസ് ചെയ്യണം. സോ ചലഞ്ച് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു $5,000 ഒരു ഡെമോ അക്കൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ അതായത് ആ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു സൈനപ്പ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു $5,000 ഓക്കെ, ഒരു 5K അക്കൗണ്ടിൻ്റെ 5Kയുടെ ഒരു ഡെമോ അക്കൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ഡെമോ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ട്രേഡിംഗ് സ്കിൽസ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നോർമലി അവിടെ കുറച്ച് റൂൾസും, അതായത് കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അവിടെ പ്രോഫിറ്റ് ടാർഗറ്റ്സ് റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 5K അക്കൗണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഫേസ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫേസ് 1.
സോ ഫേസ് വണ്ണിൽ അവിടെ എന്തുണ്ടാവും, ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഫേസ് വണ്ണിൽ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവും. സോ നോർമലി ഫേസ് വണ്ണിലുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8% ആണ്. സോ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു $5,000 8% നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് വണ്ണിൽ നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ $5,000 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $400. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു $400 നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് വണ്ണിൽ നമ്മളൊരു പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ $400 നമ്മളൊരു പ്രോഫിറ്റ് ആയിട്ട് ഫേസ് വണ്ണിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. സോ അവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ഞാൻ ആ ഫേസ് ടു കൂടെ പറഞ്ഞിട്ട് റൂൾസ് പറയാം. ഓക്കെ, സോ $400 നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് വണ്ണിൽ നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ റൂൾസ് ഒന്ന് ബ്രീച്ച് ചെയ്യാണ്ട് നമ്മൾ ആ ഒരു $400 ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഫേസ് ടൂലോട്ട് പോകും. ഓക്കെ, പിന്നെ നമ്മൾ പോണത് ഫേസ് ടൂലോട്ടായിരിക്കും. സോ ആ ഒരു ഫേസ് വൺ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു $400 പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ടൂലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഫേസ് ടൂലെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. അതായത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് സൈസിൻ്റെ, അതായത് ഈ ഒരു $5,000 5% നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ടൂല് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഒരു $5,000 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $250. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ടൂല് $250 നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് 2 റൂൾസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഡെയിലി ഡ്രോ ഡൗണും പിന്നെ ഉള്ളത് ഒരു മാക്സ് ഡ്രോ ഡൗണുമാണ്. ഓക്കെ, 2 മെയിൻ റൂൾസ് ആണ് ഇവിടെ ഉള്ളത്. ഫേസ് വണ്ണിലും ഫേസ് ടൂലും എന്ത് കിടപ്പുണ്ട്, ആ 2 റൂൾസ് കിടപ്പുണ്ട്. ഓക്കെ, സോ അത് കൂടാതെ കുറച്ച് റൂൾസ് ഉണ്ട്, അത് നമുക്ക് ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് പറയാം. ഓക്കെ, സോ ഇവിടെയുള്ള മെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ. മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ നോർമലി 5% ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഡ്രോ ഡൗൺ. സോ മാക്സ് ഡ്രോ ഡൗൺ നോർമലി 10% ആണ്. ഓക്കെ, സോ ചില ഫേംസിലോട്ട് വരുമ്പോൾ അതിന് ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു 2 റൂൾസും ഫേസ് വണ്ണിലും ഉണ്ടാവും ഫേസ് ടൂലും ഉണ്ടാവും, ഈ ഒരു 2 റൂൾസ്. ഓക്കെ, സോ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 5% ലോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ 5% ലോസ് ആയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു $5,000 അക്കൗണ്ടിൽ ഒരു ദിവസം നമ്മൾ ബാക്ക് ടു ബാക്ക് ലോസ് വന്നിട്ട് നമ്മളൊരു $500 ലോസിലെത്തിയെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയായി, സോ 5% എന്ന് പറഞ്ഞു, സോറി $250. ഓക്കെ, സോ ഒരു ദിവസം നമ്മൾ $250 ലോസ് ജനറേറ്റ് ചെയ്തു. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയായി, 4,750 ആയി. ഓക്കെ, സോ 4,750 ആയി കഴിഞ്ഞാൽ അവിടെ ഒന്ന് സംഭവിച്ചു, ഒരു $250 ലോസ് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു എമൗണ്ടിലോട്ട്, ആ ഒരു ബാലൻസിലോട്ട് പോയത്. ഓക്കെ, സോ 5% ലോസ് വന്നു കഴിഞ്ഞാൽ അതൊരു ബ്രീച്ചാണ്. ഓക്കെ, അതൊരു റൂൾ വയലേഷൻ ആണ്. ഓക്കെ, ആ റൂൾ വയലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ചലഞ്ച് ഫെയിലായി. പിന്നെ നമുക്ക് ആ ഒരു ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അഗെയിൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നെക്സ്റ്റ് മെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഡ്രോ ഡൗൺ 10% ആണ്. അതായത് ടോട്ടൽ ലോസ് 10% ആയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു 5,000-ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $500. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഒരു 2%-ൻ്റെ ലോസ് നമ്മൾ ജനറേറ്റ് ചെയ്തു, സെക്കൻഡ് ഡേ നമ്മളൊരു 3%-ൻ്റെ ലോസ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഡെയിലി ഡ്രോ ഡൗൺ കട്ട് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡേ ഒരു 2% ലോസ് ജനറേറ്റ് ചെയ്തു, സെക്കൻഡ് ഡേ ഒരു 3% ആയി, 3% ലോസ് ആയി. ഓക്കെ, ടോട്ടൽ 5% ആയി. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്തു, അഗെയിൻ ഒരു 4% ലോസ് ജനറേറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മളൊരു 1% ലോസ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ടോട്ടൽ ലോസ് എത്രയായി, $500 ആയി എന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് 4,500 ആയി കഴിഞ്ഞാൽ, ഓക്കെ, സോ മൈനസ് 10% ആയി കഴിഞ്ഞാൽ അതും ഒരു റൂൾ വയലേഷൻ ആണ്. ഓക്കെ, ഈ 2 റൂളും വയലേറ്റ് ചെയ്യാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഫേസ് 1 ആൻഡ് ഫേസ് 2 പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫേസ് 1-ൽ $400 ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ 2 റൂൾസ് അവിടെ ഉണ്ടാവും. ആൻഡ് ഫേസ് 2-ലും നമ്മൾ ഈ ഒരു $250 ജനറേറ്റ് ചെയ്യേണ്ട സമയത്ത് ഈ 2 റൂൾസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ആ 2 റൂൾസും വയലേറ്റ് ചെയ്യാണ്ട് വേണം ഫേസ് 1-ഉം ഫേസ് 2-ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാണ്ട് ഫേസ് 1-ഉം ഫേസ് 2-ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഫേസ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് ലൈവ് അക്കൗണ്ടിലോട്ടാണ്. ഓക്കെ, സോ ഫേസ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് ലൈവ് അക്കൗണ്ടിലോട്ടാണ്. സോ ലൈവ് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. ബട്ട് ഈ ഒരു റൂൾസ് അവിടെ ഉണ്ടാവും. മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ 5% ആയിരിക്കും, മാക്സ് ഡ്രോ ഡൗൺ 10% ആയിരിക്കും. ഓക്കെ, അവിടെ പിന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണ്. ഓക്കെ, അവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. ഓക്കെ, നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ചെയ്യണത് അതിൻ്റെ 80% നമുക്ക് എന്തായിട്ട് എടുക്കാം, നോർമലായിട്ടാണ്. ഓക്കെ, ചില ഫേംസിലോട്ട് വരുമ്പോൾ ആ ഒരു പെർസെൻറ്റേജ് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അവിടെ വരുന്നത് നോർമലി 80-20 പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു
ഒരു $100 ആ ഒരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 80% $80 നമുക്ക് പേ ഔട്ടായിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ 20% കമ്പനിയിലോട്ട് പോകും. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു $1000 ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 80% $800 നമുക്ക് പേ ഔട്ടായിട്ട് കിട്ടും ആൻഡ് 20% കമ്പനിയിലോട്ട് പോകും. ആ രീതിയിലാണ് ഫണ്ടിങ് ഫേംസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പേ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിപ്റ്റോ ത്രൂ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൈസ് ത്രൂ ബാങ്ക് അക്കൗണ്ട് ത്രൂ ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നോർമൽ ഒരു ഫണ്ടിങ് ഫേം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യണം. സോ ചലഞ്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോണത് ഫേസ് 1 ഫേസ് 1 കുറച്ച് റൂൾസ് ഉണ്ട്, അത് വയലേറ്റ് ചെയ്യാൻ നമ്മൾ 8% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ആൻഡ് ഫേസ് 1 പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത് ഫേസ് 2 സോ ഫേസ് 2 ടാർഗറ്റ് വരുന്നത് എത്രയാണ്, 5% ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 2 റൂൾസും വയലേറ്റ് ചെയ്യാണ്ട് ആ ഒരു 5% പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ആൻഡ് ഫേസ് 2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് ലൈവ് അക്കൗണ്ടിലോട്ടാണ്. സോ ലൈവ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണത് അതിൻ്റെ 80% പേ ഔട്ട് ആയിട്ട് കമ്പനി നമുക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഒരു പ്രോഫോം വർക്ക് ചെയ്യണത്. ഓക്കെ, നമുക്കൊരു പ്രോഫോമിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് നോക്കാം. സോ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ വെബ്സൈറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ഓക്കെ, സോ ഇതൊരു UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഫോംസ് ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് പ്രോഫോംസ് കമ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ ഒരുപാട് പ്രോഫോംസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടഡ് നെക്സ്റ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രേഡ് വിത്ത് മോസ്റ്റ് റിലയബിൾ പ്രോഫോം, അക്യുറേറ്റ്, ഫാസ്റ്റ്, സ്റ്റേബിൾ, ട്രസ്റ്റ് വർത്തി. ഓക്കെ, ആ ഒരു കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, സോ ഇവിടെ MT4 അവൈലബിൾ ആണ്, MT5 അവൈലബിൾ ആണ്, സി ട്രേഡർ അവൈലബിൾ ആണ്, ഗ്യാരണ്ടീഡ് പേ ഔട്ട്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ബെസ്റ്റ് ട്രേഡിംഗ് കണ്ടീഷൻസ്. ഓക്കെ, സോ അവർക്കൊരു 7 lakh പ്ലസ് മെമ്പേഴ്സുള്ള ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ 7 lakh ഡിസ്കോഡ് അല്ല, ടോട്ടൽ അവരുടെ ഡിസ്കോഡ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് ഒക്കെ കൂടി ഒരു 7 lakh കമ്മ്യൂണിറ്റി ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 24/7 സപ്പോർട്ട് ഉണ്ട്. ആൻഡ് പിന്നെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് ആ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 4 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അതായത് സ്റ്റെല്ലാർ ചലഞ്ച് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, സ്റ്റെല്ലാർ ലൈറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ പ്ലാൻ സ്റ്റെല്ലാർ ആണ്. സോ സ്റ്റെല്ലാറിലോട്ട് വരുമ്പോൾ റൂൾസ് ബാക്കിയുള്ള 3 ടൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റെല്ലാർ കുറച്ചുകൂടെ അത്ര ടൈറ്റ് അല്ലാത്ത റൂൾസ് ഉള്ളൊരു ടൈപ്പാണ് സ്റ്റെല്ലാർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റെല്ലാർ ചലഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്റ്റെല്ലാറിൻ്റെ അക്കൗണ്ട് ടൈപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്, സ്റ്റെല്ലാർ. ഓക്കെ, സോ ഇവിടെ 1 സ്റ്റെപ്പ് അക്കൗണ്ട് ഉണ്ട്, 2 സ്റ്റെപ്പ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, സോ 1 സ്റ്റെപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫേസ് 1 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഫേസ് 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഡയറക്റ്റ്ലി ലൈവ് അക്കൗണ്ടിലോട്ട് പോകും. ഓക്കെ, 2 സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ ഫേസ് 1 ഉണ്ടാവും, ഫേസ് 2 ഉണ്ടാവും. ഇത് രണ്ടും പാസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലൈവ് അക്കൗണ്ടിലോട്ട് പോകുന്നത്. ഈ ഒരു 1 സ്റ്റെപ്പ് അക്കൗണ്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവിടെ അതിൻ്റെ ഫീസ് കൂടുതലായിരിക്കും. ഓക്കെ, 2 സ്റ്റെപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചലഞ്ച് ഫീസ് കൂടുതലായിരിക്കും. 2, അവിടുത്തെ മാക്സ് ഡെയിലി ഡ്രോ ഡൗണും 2 സ്റ്റെപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കുറവായിരിക്കും. ഓക്കെ, നമ്മൾ 5% ആണ് മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ പറഞ്ഞത്. സോ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ 3% ആയിരിക്കും. ടോട്ടൽ ഡ്രോ ഡൗൺ പറഞ്ഞത് 10% ആണ്. അത് ചിലപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ 8% ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻസ് കുറച്ചുകൂടെ ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ അക്കൗണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിങ് ഗിഫ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $6,000 അക്കൗണ്ട് ഉണ്ട്, പിന്നെ 15,000, 25,000, 50,000, 100,000, 200,000. ഓക്കെ, അതായത് 1 lakh, 2 lakh ഈ ഒരു അക്കൗണ്ട് ടൈപ്സ് ഒക്കെയാണ് നമ്മുടെ ഫണ്ടിങ് ഗിഫ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഒരു 100K അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു $6,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട എത്രയാണ്, $59 ആണ്. ഓക്കെ, 15,000 വരുമ്പോൾ ഒരു $119 വരും. പിന്നെ 25,000 വരുമ്പോൾ $199, 50,000 വരുമ്പോൾ $299, ആൻഡ് 1 lakh വരുമ്പോൾ $549, 2 lakh വരുമ്പോൾ $999. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫീസ് വരുന്നത്, ആ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു 100K അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ടാർഗറ്റ് കാണും. ഓക്കെ, പ്രോഫിറ്റ് ടാർഗറ്റ് P1, അതായത് ഫേസ് 1 8% ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഫേസ് 2 എത്രയാണ്, 5% ആണ്. സോ 100K 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
$8,000. ഓക്കെ, ഫേസ് 1ൽ നമ്മൾ $8,000 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ഫേസ് 2ലോട്ട് വരുമ്പോൾ 5%, അതായത് ഒരു $5,000 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. പിന്നെ മാക്സ് ഡെയിലി ലോസ് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ദിവസം നമുക്ക് അവിടെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. അപ്പോൾ 1 ലാഖിൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $5,000. ഓക്കെ, അപ്പോൾ 5,000 ആണ് അടുത്ത മാക്സ് ഡെയിലി ഡ്രോൺ. ഓക്കെ, ഒരു ദിവസം നമ്മൾ $5,000 ലോസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവും. ഓക്കെ, സോ നമ്മൾ ആ ഒരു 5% ലോസ് ഒന്നും ചെയ്യാതെ വേണം ആ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മാക്സിമം ഒരു ദിവസം എന്ത് ചെയ്യുക, ഒരു 1% അല്ലെങ്കിൽ ഒരു 2% ലോസ് മാത്രം എടുത്തിട്ട്, അതായത് ആ ലോസ് ലിമിറ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മളൊരു ചലഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മാക്സ് ഓവറോൾ ലോസ്, അതായത് ടോട്ടൽ ഡ്രോ ഡൗൺ വരുന്നത് 10% ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസ് 10% ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ വരുന്നത് ബാലൻസ് ബേസ്ഡ് ഡ്രോ ഡൗൺ ആണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5 days വേണം. അതായത് സിമ്പിൾ എത്രയേ ഉള്ളൂ, ഇവിടെ മിനിമം ഒരു 5 ദിവസം ട്രേഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതായത് അൺലിമിറ്റഡ് ടൈം ആണ്. ബട്ട് മിനിമം ഒരു 5 ദിവസം ആ ഒരു അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, മിനിമം ഒരു 5 days ആ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ. ആണ് മിനിമം ഡേയ്സ് വെച്ചിട്ട് അവർ മീൻ ചെയ്യണം. പിന്നെ നമുക്ക് കാണാം പ്രോഫിറ്റ് സ്പ്ലിറ്റ് അപ് ടു 95%, അതായത് 95% വരെ അവർ എന്ത് തരുന്നുണ്ട്, ഈ ഒരു പ്രോഫിറ്റ് സ്പ്ലിറ്റ് തരുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് നോർമലി 80% ആയിരിക്കും, പിന്നെ അപ് ടു 95% വരെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു $1,000 പ്രോഫിറ്റ് ആയി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈവ് അക്കൗണ്ടിൽ അതിൻ്റെ 95%, അതായത് ഒരു $950 വരെ അവർ എന്തായിട്ട് തരും, പേ ഔട്ടായിട്ട് തരാറുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ന്യൂസ് ട്രേഡിങ് അലൗഡ് ആണ്. ഓക്കെ, ഇത് നോർമലി ചലഞ്ച് ഫേസിലായിരിക്കും. ലൈവ് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഫേംസ് ഒക്കെ മോസ്റ്റ്ലി ന്യൂസ് ട്രേഡിങ് കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യുന്നില്ല, ഒരു ടൈം വിൻഡോ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫേസ്റ്റ് റിവാർഡ് മന്ത്ലി, അതായത് ആ ഒരു ഫേസ്റ്റ് പേ ഔട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 month നമ്മൾ ട്രേഡ് ചെയ്യണം. ഓക്കെ, ലൈവ് അക്കൗണ്ടിൽ. സോ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂൾസും പ്രോഫിറ്റ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോഗിൻ കൊടുക്കാം. ഓക്കെ, സോ ലോഗിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നേരത്തെയുള്ള ഓക്കെ 100,000 ഗെറ്റ് പ്ലാൻ കൊടുക്കാം. ഓക്കെ, സോ ഗെറ്റ് പ്ലാൻ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് എന്ത് സെലക്ട് ചെയ്യുക, നമ്മുടെ സ്റ്റെല്ലാറാണ് നമ്മൾ ചൂസ് ചെയ്യണത്. ആൻഡ് പ്ലാൻ ടൈപ്പ് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല 2 സ്റ്റെപ്പ് അക്കൗണ്ട് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ട് സൈസ് ഏതാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലാറ്റ്ഫോം MT4 ട്രേഡ് ചെയ്യാം, MT5 ട്രേഡ് ചെയ്യാം, സി ട്രേഡറിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, സി ട്രേഡറിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു +$10 അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ ഏറ്റവും ബെറ്റർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും MetaTrader 5 തന്നെയാണ്, MT5 തന്നെയാണ്. ഓക്കെ, സോ സെലക്ട് യുവർ ബ്രോക്കർ സെർവർ. ഫണ്ടർനെക്സിന് അവിടെ തന്നെ സെർവറും ബ്രോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെലക്ട് സ്വാപ്പ് ടൈപ്പ്, സ്വാപ്പ് അക്കൗണ്ട് ഉണ്ട്, സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ഉണ്ട്. അതായത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജസ് ഒന്നും കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജസും കാര്യങ്ങളൊന്നും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് അക്കൗണ്ടാണ്, അതിൻ്റെ അകത്ത് തന്നെ പൊക്കോളും. ഓക്കെ, പിന്നെ ആ ഒരു സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ആണെങ്കിൽ +10% എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ലൈഫ് ടൈം പേ ഔട്ട് 95% കൊടുക്കണമെങ്കിൽ ആ ഒരു ചലഞ്ച് ഫീസിൻ്റെ എക്സ്ട്രാ 20% പേ ചെയ്താൽ പറ്റും. പിന്നെ 150% റിവാർഡ് കിട്ടണമെങ്കിൽ, അതായത് നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഈ ഒരു ചലഞ്ച് ഫീസിൻ്റെ അത് നമ്മൾ ആ ഒരു ചലഞ്ച് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചത് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു മണി ബാക്ക് ആ ഒരു സംഭവം ഉണ്ട്, അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്കൊരു 150, നോർമൽ 100% ആണ്, 150% വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 10% കൂടെ പേ ചെയ്യണം. പിന്നെ ഡബിൾ അപ്പ് പ്രൈസ് എക്സ്ട്രാ 40%. ഓക്കെ, സോ അങ്ങനെ കുറച്ച് ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഒന്നും ആവശ്യം വരണില്ല. ഓക്കെ, ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ഫസ്റ്റ് പാക്കേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 1 സ്റ്റെപ്പാണോ 2 സ്റ്റെപ്പാണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് സൈസ് സെലക്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമ്മുടെ പ്ലാറ്റ്ഫോം, പിന്നെ സെർവർ, സ്വാപ്പ് അക്കൗണ്ട്, സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് അവൈലബിൾ ആണ്, ക്രിപ്റ്റോ പേയ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ ആണെങ്കിൽ ക്രിപ്റ്റോ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ പേഴ്സണലി ഞാൻ ചെയ്യുന്നത് കാർഡ് യൂസ് ചെയ്തിട്ടാണ്. സോ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിക്ക് അതൊരു വിസ കാർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു മാസ്റ്റർ കാർഡ് ആയിരിക്കണം. ഓക്കെ, ഈ 2 കാർഡിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ റുപ്പേ കാർഡും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തില്ല, വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ടിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആയിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു അക്കൗണ്ടിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആയിട്ടുണ്ടാകും.
ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഡെബിറ്റ് കാർഡ് ആയി കഴിഞ്ഞാലും ക്രെഡിറ്റ് കാർഡ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അതൊരു വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡാണ്, അതിൻ്റെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ രീതി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് അക്കൗണ്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് അതിൻ്റെ ആ ഒരു അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക, ആ ഒരു ചലഞ്ച് അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യണത്, നമ്മുടെ പ്രോപ്പ് ഫേംസ് അല്ലെങ്കിൽ ഫണ്ടിങ് ഫേംസ് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഫോം ചലഞ്ചിലോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. ഓക്കെ, സോ സ്ട്രാറ്റജി ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ, അതായത് സ്ട്രാറ്റജി ഉണ്ടെങ്കിലും അതൊരു എഡ്ജുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓവർ ടൈം പ്രോഫിറ്റബിൾ അല്ലാത്തൊരു സ്ട്രാറ്റജി ആണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. സോ നമുക്ക് വേണ്ടത്, ഫസ്റ്റ് വേണ്ടത് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. അതിൻ്റെ കൂടെ സെക്കൻഡ് വേണ്ടത് എന്താണ്, റിസ്ക് മാനേജ്മെൻറ്റ് വേണം. ഓക്കെ, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. മൂന്നാമത് വേണ്ടത് ഡിസിപ്ലിൻ. ഓക്കെ, സോ ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. സോ ഇവിടെ നമുക്ക് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരിക്കലും വിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു 1 to 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ കയ്യിൽ ഒരു എഡ്ജുള്ള ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫണ്ടിങ് ഫേംസിൻ്റെ ആ ഒരു പാത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം. സോ ഈ ഒരു 3 കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിലായിരിക്കണം. ഈ ഒരു 3 കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് വേണം, അതിനുശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഫണ്ടിങ് ഫേംസിലോട്ടും കാര്യങ്ങളിലോട്ടും പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത്രേ പറയാനുള്ളൂ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഫണ്ടിങ് ഫേംസ്, എങ്ങനെയാണ് ഫണ്ടിങ് ഫേംസ് വർക്ക് ചെയ്യണത്, അതിൻ്റെ ഒരു ഫണ്ടിങ് ഫേം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ഫണ്ടിങ് ഫേം ചൂസ് ചെയ്യുമ്പോൾ ഫണ്ടിങ് ഫേംസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫോം മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, സോ പ്രോഫോം മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് ഓഫേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ജെനുവിൻ ആണോ. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ജെനുവിൻ ആണോ, അവർ പ്രോപ്പറായിട്ട് പേ ഔട്ട്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ഫേം സെലക്ട് ചെയ്യും. ഓക്കെ, അതിന് നമ്മളിപ്പോൾ ഒരു പ്രോഫോം മാച്ചിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം കമ്പയർ ഫേംസ് ഉണ്ട്, ഓഫേഴ്സ്, ബെസ്റ്റ് സെല്ലേഴ്സ്, റിവ്യൂസ്. ഓക്കെ, സോ റിവ്യൂസിൻ്റെ ബേസിൽ നമുക്ക് നോക്കാം ഏതാണ് ടോപ്പിലുള്ള പ്രോഫോം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ റിവ്യൂസിൻ്റെ ബേസിൽ ഔട്ട് ഓഫ് 5 4.9 ഇത് 5% ആണ്. ഓക്കെ, ഇതൊരു ഇൻഡസ്ട്രിയിൽ കുറച്ചധികം നാളായിട്ടുള്ള ഒരു പ്രോഫോമാണ്. പിന്നെ E8 മാർക്കറ്റ്സ് ഉണ്ട്, പിന്നെ FTM. സോ FTM ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ ഫണ്ടിങ് ബിപ്സ് ഉണ്ട്. സോ ഫണ്ടിങ് ബിപ്സ് നല്ലൊരു ഫേമാണ്. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. സോ അതുപോലെ തന്നെ അവർക്ക് ചീപ്പർ പ്രൈസാണ്. പിന്നെ ബ്രൈറ്റ് ഫണ്ടഡ്, ടോപ്പ് സ്റ്റെപ്പ്. സോ ടോപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചേഴ്സ് ഫേമാണ്, ഫോറക്സില്ല. പിന്നെ ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് എന്നുള്ള റിവ്യൂസ് ഉണ്ട്. പിന്നെ ഫണ്ടഡ് നെക്സ്റ്റ് ഉണ്ട്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഫണ്ടഡ് നെക്സ്റ്റിനെ കുറിച്ചായിരുന്നു. പിന്നെ ഗോഡ് ഫണ്ടഡ് ട്രേഡർ. ഓക്കെ, സോ ഇതിനകത്ത് പോയിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഈ ഒരു 5% പോയി കഴിഞ്ഞാൽ ഒരു 425 റിവ്യൂസ് അവിടെ ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ fast payment and customer support, the rules are quite reasonable and sustainable for everyone, help traders find good methods. Okay, so ഒരാൾ പറഞ്ഞിട്ടുള്ള, ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റിവ്യൂ ഇടുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് പേ ഔട്ട് എടുത്തിട്ട് അത് പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് റിവ്യൂസ് ഇടാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് ജെന്യൂൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് എല്ലാവരും കയറിയിട്ടൊന്ന് നോക്കാം. ഓക്കെ, പ്രോഫോം മാച്ച് എന്നാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഓക്കെ, സോ ഇതൊരു നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു ജേണിയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.